നമ്മൾ നാട്ടിൽ നിന്ന് ബംഗാളിലേക്ക് ബാഗ് പാക്ക് ചെയ്ത സമയത്ത് തന്നെ ഒരുവിധം അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ ലഗേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയൊരു സംഭവമാണ് ഈ പൊടികളൊക്കെ ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നേഴ്സും കുറച്ച് സ്റ്റോറേജ് ബോക്സൊക്കെ. ഞാൻ പറഞ്ഞു ഒന്നും വാങ്ങിക്കുന്നില്ല, എല്ലാം ഞാൻ അവിടെ ചെന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തോളാന്ന്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല ഈസ്തറ്റിക് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു വേണ്ടത്. അത് നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ കിട്ടാത്തതുകൊണ്ട് തൽക്കാലം വാങ്ങിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു 1.5 ആഴ്ച ഞാൻ കുക്ക് ചെയ്യാൻ നേരത്ത് എല്ലാ സാധനങ്ങളും കവറിൽ നിന്ന് എടുക്കും, പിന്നെ അത് വീണ്ടും ടൈറ്റായിട്ട് എയർ കയറാതെ വീണ്ടും മടക്കി വെക്കണം. നല്ല പാടായിരുന്നു. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന കിച്ചൺ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അവസാനം എന്താ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഷുഗറും ടീയും കോഫിയൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നേഴ്സ് ഓൾറെഡി നമ്മൾ അങ്കമാലിലെ വീട്ടിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. വൈറ്റ് കളറിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി പിടിച്ച് സ്കൈ ബ്ലൂ കളറിലേക്ക് ആക്കി. എൻ്റെ സ്വന്തം കിച്ചൺ കുറച്ചും കൂടെ വൈബ്രൻറ്റ് കളേഴ്സിലൊക്കെ കാണാനാണ് എനിക്ക് ആഗ്രഹം. ഏതാ ഈ 3 കണ്ടെയ്നേഴ്സിൻ്റെ ഒപ്പം തന്നെ ഒരു ഓർഗനൈസർ കൂടെ വരുന്നുണ്ട് നമ്മുടെ കട്ട്ലറീസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ടെയ്നേഴ്സ് എല്ലാം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. പിന്നെ താഴെ വീണാൽ പൊട്ടിപ്പോകുന്നില്ല. അയൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓൾറെഡി ഇത് എൻ്റെ വീഡിയോസിൽ കണ്ടിട്ട് കുറച്ച് പേര് ലിങ്ക് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ.